എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററായ സൗണ്ട് വേവ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. ഇത് നോക്കുക, സ്റ്റേറ്റ്മെന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് റീസൺ ആണ്. സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ദ സ്പീഡ് ഓഫ് എ വേവ് ത്രൂ എ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മീഡിയം. എന്താണ്? ഒരു മാധ്യമത്തിലൂടെ തരംഗവേഗം മാധ്യമത്തിന്റെ സ്വഭാവ സവിശേഷതയെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു മാധ്യമത്തിലൂടെയുള്ള തരംഗവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് മാധ്യമത്തിന്റെ സ്വഭാവ സവിശേഷത എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അതിന്റെ റീസൺ ആണ്, when speed is constant, frequency of the wave is inversely proportional to the wavelength. അല്ലെ, വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിന്റെ ആവൃത്തി തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അത് നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ അറിയാലോ, B is equal to F lambda എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇനി തിരിച്ച്, അതായത് ആവൃത്തിയുടെ കേസ് എഴുതുവാണെങ്കിൽ F is equal to V by lambda എന്ന് എഴുതാം. ഈ വേഗം എന്ന് പറഞ്ഞു ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും, ഇത് രണ്ടും എങ്ങനെയായിരിക്കും? വിപരീത അനുപാതത്തിലായിരിക്കും, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇപ്പൊ റീസൺ കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? തരംഗവേഗം, അതായത് സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ മാധ്യമത്തിന്റെ സ്വഭാവ സവിശേഷതയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലെ. പ്രസ്താവനയും കാരണവും ശരിയാണ്, പക്ഷെ ഇവിടെ നോക്കിയേ, കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് ദ റീസൺ എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ്. റീസൺ ഉണ്ടല്ലോ, അത് സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണോ ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? തരംഗവേഗം മാധ്യമത്തിന്റെ സ്വഭാവ സവിശേഷതയെ ആശ്രയിച്ചിരിക്കുന്നു പറഞ്ഞു. അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ ആ സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ അല്ല. സ്റ്റേറ്റ്മെന്റ് റീസണും കറക്റ്റ് തന്നെയാണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് റീസൺ അല്ല പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ നോക്കിയാ, ഓപ്ഷൻസ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. ദ റീസൺ എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ്. റീസൺ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല, രണ്ടും കറക്റ്റ് തന്നെയാണ് കേട്ടോ. അടുത്ത് നോക്കാം, സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്, ഹവർ ദ റീസൺ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണ്. അപ്പൊ അത് നോക്കൂട്ടോ, സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണ്, പക്ഷെ എന്നിരുന്നാലും എന്താണ്? റീസൺ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ്. കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നില്ല എന്നാണ്. ഈ പ്രസ്താവനയെ വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് അവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഇൻകറക്റ്റ് എന്നുള്ളത് നമ്മൾ പിന്നെ നോക്കേണ്ട കാര്യമില്ല. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, പക്ഷെ പ്രസ്താവനയെ എന്താണ്? അത് വിശദീകരിക്കുന്നില്ല റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പം ബി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫിഗർ ഷോസ് 3 വയേഴ്സ് ABC of different lengths fixed to a wooden block. പറഞ്ഞിരിക്കുന്നുണ്ടോ? വ്യത്യസ്ത നീളമുള്ള 3 കമ്പികൾ, ABC എന്ന് പറഞ്ഞിരിക്കുന്ന 3 കമ്പികളാണ് കേട്ടോ. അതാ നോക്കുക, ABC എന്ന് പറഞ്ഞിരിക്കുന്ന 3 കമ്പികൾ ഒരു തടിക്കഷ്ണത്തിൽ ഉറപ്പിച്ചിരിക്കുന്നുണ്ട്. ഒരു തടിക്കഷ്ണത്തിൽ ഉറപ്പിച്ചിരിക്കുക. 3ന്റെ നീളം വ്യത്യാസമാണല്ലേ. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. When the wooden blocks was vibrated, all the wires underwent forced vibration. തടിക്കഷ്ണത്തെ കമ്പനം ചെയ്യിപ്പിച്ചപ്പോൾ എല്ലാ കമ്പികളും പ്രണോദിത കമ്പനത്തിന് വിധേയമായി എന്ന് പറയുന്നുണ്ട്. തടിക്കഷ്ണത്തിനെ നമ്മൾ എന്താണ്? കമ്പനം ചെയ്യിപ്പിച്ചു. അപ്പൊ എല്ലാ കമ്പികൾക്കും എന്ത് സംഭവിച്ചു? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എല്ലാ കമ്പികൾക്കും ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഉണ്ടായി. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പൊ ഈ എല്ലാ കമ്പികളും വൈബ്രേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ഈ തടിക്കഷ്ണത്തിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും ഈ എല്ലാ കമ്പികളും അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ നോക്കാം. Which wire piece vibrates with a higher frequency? What is the reason? ഏത് വയർ ആയിരിക്കും അവിടെ ഹയർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്? ഏത് വയർ ആയിരിക്കാം? ഏതെങ്കിലും വയർ ഉണ്ടാവുമോ? ഇല്ല, എല്ലാ വയറുകളുടെയും ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? സെയിം ഫ്രീക്വൻസി ആയിരിക്കും. കാരണം എന്താണ്? ഇതൊരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് ഇവിടെ കൊടുത്തത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ കൊടുത്തപ്പോ ഇതിലേക്ക് ഫോഴ്സ്ഡ് വൈബ്രേഷൻ കൊടുത്തപ്പോ അതിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും ഇതെല്ലാം കൂടെ വൈബ്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എല്ലാ വയേഴ്സും എന്താണ്? ഈ വുഡൻ ബ്ലോക്ക് ഉണ്ടല്ലോ, വുഡൻ ബ്ലോക്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. വുഡൻ ബ്ലോക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എല്ലാ വയറുകളും എങ്ങനെയാണ്? ഇതിന്റെ വുഡൻ ബ്ലോക്കിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? തെറ്റിപ്പോലെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാ വയസ്സും ഫോഴ്സ്ഡ് വൈബ്രേഷനിലായിരിക്കുമ്പോൾ ഏതാണോ കൊടുക്കുന്നത് അതിന്റെ ഫ്രീക്വൻസി ആയിരിക്കും എല്ലാത്തിനും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊരു കാര്യമുണ്ട്, ലെങ്തും ഫ്രീക്വൻസി ആയിട്ടുള്ള ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടുന്നു എന്നൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അത് നോർമൽ കേസിൽ വരുമ്പോൾ ഇവിടെ നിന്നാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രണോദിത കമ്പനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? പ്രത്യേകം ഓർത്തോണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എല്ലാതും ഫോഴ്സ്ഡ് വൈബ്രേഷനിലായിരിക്കുകയാണ്. അപ്പൊ ഫോഴ്സ്ഡ് വൈബ്രേഷനിലായിരിക്കുമ്പോൾ എല്ലാ വയേഴ്സും ഈ വുഡൻ ബ്ലോക്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിനും
സെയിം ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ബി പാർട്ട് എന്താണ്? ഇഫ് വയർ ബി ടേക്സ് 1 സെക്കൻഡ് ഫോർ 100 വൈബ്രേഷൻ വാട്ട് വിൽ ബി ഇറ്റ്സ് പീരീഡ്? വയർ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 100 വൈബ്രേഷൻ 1 സെക്കൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പീരീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. പീരീഡ് ആണ് അല്ലെ? അപ്പൊ നമ്പർ തന്നിട്ടുണ്ടല്ലേ, എൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 100 എന്ന് തന്നിട്ടുണ്ട്, എൻ 100 എന്ന് തന്നിട്ടുണ്ട്. സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 1 സെക്കൻഡ് തന്നിട്ടുണ്ട്. പീരീഡ് കണ്ടുപിടിക്കാമല്ലോ. പീരീഡ് ഈസ് ഈക്വൽ ടു ടി ബൈ എൻ അല്ലേ? അപ്പൊ ടി എന്ന് പറയുന്നത് 1 ആണ്. 1/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 സെക്കൻഡ്. മനസ്സിലായാലും ഇതെല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആക്കോട്ടെ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ കൊടുത്തിരിക്കുകയാണ്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ കൊടുക്കുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി ആയിരിക്കും ബാക്കി എല്ലാത്തിനും വരുന്നത്. ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾ വയേഴ്സ് വൈബ്രേറ്റ്സ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി ബിക്കോസ് ദ വയേഴ്സ് ആർ ഇൻ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ദെർഫോർ ഓൾ ദ വയേഴ്സ് വൈബ്രേറ്റ് വിത്ത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വുഡൻ ബ്ലോക്ക്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When volcanic eruptions and earthquakes occur, sometimes large scale displacement of ocean water results in disasters. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം മുതലായവ സംഭവിക്കുമ്പോൾ കടലിലെ ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് ചില അവസരങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന തിരമാലകൾ ഏതു പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഏതു പേരിലാണ് തിരമാലകൾ അറിയപ്പെടുന്നത്? സുനാമി അല്ലെ? സുനാമി അല്ലെ? സുനാമി എന്നാണ് ഈ തിരമാലകൾ നമ്മൾ അറിയപ്പെടുന്നത്. സുനാമി. ഇനി ഈ ദുരന്തത്തിന് രക്ഷ നേടാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? നമ്മളിങ്ങനെ ദുരിതങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കടൽ തീരത്ത് നിന്നൊക്കെ മാറി നിൽക്കുക. അതുപോലെ തന്നെ അതോറിറ്റീസ് ഒക്കെ വാർണിംഗ്സ് ഒക്കെ തരുവാണെങ്കിൽ അതൊക്കെ നമ്മൾ അനുസരിക്കുക. അതുപോലെ തന്നെ കൂടുതലായിട്ടും പെട്ടെന്ന് തന്നെ ഈ സുനാമിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, വരുന്നൊരു മുന്നറിയിപ്പ് എല്ലാം വരുവാണെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, അത് ഉയർന്ന സ്ഥലങ്ങളിലേക്കൊക്കെ മാറുക. അതായത് കടലുമായിട്ട് അല്ലെങ്കിൽ കടൽത്തീരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക കേട്ടോ. അങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. നോക്കുക, ആൻസർ കൊടുത്തിട്ടുണ്ടോ? സുനാമി ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളൊക്കെ കേട്ടോ. സുനാമി ഉണ്ടാകുന്ന അവസരത്തിൽ തൊട്ടടുത്തുള്ള ഏറ്റവും ഉയർന്ന കൂടിയ പ്രദേശത്തേക്ക് മാറുക. സുനാമി ഉണ്ടാകുന്ന അവസരം മനസ്സിലാക്കി അധികാരികളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ നമ്മൾ ഒബേ ചെയ്യുക. സുനാമി ഉണ്ടാകുന്ന അവസരങ്ങളിൽ കടത്തീരങ്ങളോ താഴ്ന്ന പ്രദേശങ്ങളോ നിൽക്കുന്നത് ഒഴിവാക്കുക. സീഷോറിൽ നിന്നൊക്കെ മാറുക കേട്ടോ. ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A bomb produces sound waves and receives a reflected wave from an insect 0.1 second later. If the speed of sound in air is 350 meter per second, how far away is the insect എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു വവ്വാൽ ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു പ്രാണിയിൽ നിന്നും 0.1 സെക്കൻഡ് കേട്ടോ, ഒരു പ്രാണിയിൽ നിന്നും 0.1 സെക്കൻഡ് കഴിഞ്ഞ് പ്രതിപതന തരംഗം സ്വീകരിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? വായുവിലെ ശബ്ദത്തിന്റെ വേഗം 350 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രാണി വവ്വാലിൽ നിന്നും എന്തുമാത്രം അകലത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. സമയം ഇവിടെ തന്നിട്ടുണ്ട് 0.1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? സ്പീഡ് തന്നിട്ടുണ്ട് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ ഡിസ്റ്റൻസ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? വവ്വാൽ ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. അപ്പൊ പ്രാണിയിൽ നിന്നും 0.1 സെക്കൻഡ് കഴിഞ്ഞ് പ്രതിപതന തരംഗം സ്വീകരിക്കുന്നു. അപ്പം വവ്വാൽ ഇങ്ങനെ എന്താണ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. അപ്പൊ പ്രാണിയിൽ നിന്ന് പ്രതിപതന തരംഗം ഒരു 0.1 സെക്കൻഡ് കഴിഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്, പ്രതിപദിച്ച് വരുന്നുണ്ട്. അപ്പൊ അതിനെടുക്കുന്ന സമയമാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഉപയോഗിക്കേണ്ട ഇക്വേഷൻ V is equal to 2D/T ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം പ്രതിപദിച്ച് വരുന്ന എടുക്കുന്നുണ്ടല്ലോ. അപ്പം ടോട്ടൽ ദൂരം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ D എങ്ങനെ വരും? D is equal to VT divided by 2 ആണ് നമ്മുടെ ഇക്വേഷൻ. V എന്ന് പറഞ്ഞിരിക്കുന്നത് 350 ആണ്. സമയം 0.1 ആണ് ഡിവൈഡ് ബൈ 2 അല്ലെ? അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 170 അല്ലെ? 175 into 0.1 വരും. 2ഉം 350 കൂടെ ക്യാൻസൽ ചെയ്യാലോ. അപ്പൊ 170 അല്ലേ വരുന്നത്? 175 വരും. 175 into 0.1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 17.5 മീറ്റർ. ക്ലിയർ ആയല്ലോ? ഇതുപോലെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുള്ളതാണ്, ചെയ്തിട്ടുള്ളതാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് ടെക്കോയുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ വേവ്സ് ഈസ് സൗണ്ട് വേവ്? വാട്ട് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം വെൻ ദിസ് വേവ് പാസസ് ത്രൂ ഇറ്റ്?
എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശബ്ദതരംഗം ഏതുതരം യാന്ത്രിക തരംഗം എന്നാ പറഞ്ഞത്. യാന്ത്രിക തരംഗങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ലോഞ്ചിറ്റ്യൂഡൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. അതിലെ ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനുദൈർഘ്യ തരംഗമാണ്, അല്ലെങ്കിൽ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെ? ലോഞ്ചിറ്റ്യൂഡിനൽ ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് കേട്ടോ. അതായത് എന്താണ്? അനുദൈർഘ്യ തരംഗം. അനുദൈർഘ്യ തരംഗം ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനുദൈർഘ്യ തരംഗമാണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ തരംഗം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ മാധ്യമത്തിലെ കണികളുടെ ചലനത്തിന്റെ സവിശേഷത എങ്ങനെയാണ്? മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എങ്ങനെയാണ്? അതിലെ മാധ്യമത്തിലെ കണികളുടെ കമ്പനങ്ങൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും? ആ തരംഗം, ആ വേവ് പോകുന്നതിന് പാരലായിട്ടായിരിക്കും അല്ലെ? പാരലൽ വേവ് പോകുന്നതിന് പാരലായിട്ടായിരിക്കും അവിടുത്തെ എന്താണ്? അവിടുത്തെ മാധ്യമത്തിലെ കണികളുടെ ചലനം എന്ന് പറയുന്നത്. പാരലൽ ടു ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ഉണ്ട്, അതിന്റെ ഡെഫിനിഷൻ എഴുതി വെച്ചാൽ മതി കേട്ടോ. അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റഡ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇറ്റ് ക്രിയേറ്റ്സ് പ്രഷർ വേരിയേഷൻസ് ഇൻ ദ മീഡിയം ത്രൂ വിച്ച് ഇറ്റ് ട്രാവൽസ്. പ്രഷർ വേരിയേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, കംപ്രഷൻസും റെയർഫാക്ഷൻസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇല്ല, തരംഗ സമാന്തരമായിരിക്കും. അതുപോലെ തന്നെ പ്രഷർ വേരിയേഷൻസ്, മർദ്ദവ്യത്യാസം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഡെഫിനേഷൻ എഴുതി വെച്ചാൽ സവിശേഷത എന്തെന്ന് ചോദിച്ചോ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18 കേട്ടോ. A burette full of water is fixed vertically on a stand. After opening the burette stop, a tuning fork with a frequency of 512 Hz was excited and held at the top. അതായത് നിറയെ ജലമുള്ള ഒരു ബ്യൂററ്റ് ഉണ്ടല്ലോ. ഇതൊരു കെമിസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലസ് ടുവിലൊക്കെ വരുമ്പോൾ ലാബൊക്കെ ചെയ്യാനുള്ളതാണ്, എക്സ്പെരിമെന്റ് ചെയ്യാനുള്ളതാണ്. ഇതിന് പറയുന്ന പേര് ബ്യൂററ്റ് എന്നാണ് കേട്ടോ. ഒരു പൈപ്പാണ്, ഗ്ലാസിന്റെ ഒരു പൈപ്പാണ്. അതിൽ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ബ്യൂററ്റ്. അതിൽ ഫുള്ള് വെള്ളം നിറച്ചിരിക്കുകയാണ്. എന്നിട്ട് സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ നോസിലാണ്. ഈ ഓപ്പണിംഗ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ വെള്ളം താഴോട്ട് പോരും. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ അങ്ങനെയാണ് ബ്യൂററ്റിന്റെ അറേഞ്ച്മെന്റ്. അതിങ്ങനെ കുത്തനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ബ്യൂററ്റിന്റെ ടാപ്പ് തുറന്നു. നമ്മൾ ഈ ടാപ്പ് തുറന്നു കഴിയുമ്പോൾ താഴോട്ട് വെള്ളം വീഴും. ടാപ്പ് തുറന്നതിന് ശേഷം മുകൾ വശത്ത് നമ്മളൊരു 512 Hz ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ചിട്ട് വെച്ചു. എക്സൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെച്ചു. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? മനസ്സിൽ അപ്പൊ ഇവിടെ എന്താണ്? വെള്ളം ടാപ്പ് തുറന്നുമ്പോൾ വെള്ളം താഴോട്ട് വന്നോണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഒരു എയർ കോളം ഉണ്ട്. അപ്പൊ വെള്ളം ഇങ്ങനെ നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് ഇവിടെ വെച്ചു. അപ്പൊ ഇങ്ങനെ വെള്ളം താഴോട്ട് പോന്നോണ്ടിരിക്കുക. അപ്പൊ ഇവിടുത്തെ എയർ കോളം എങ്ങനെയാണ്? കൂടിക്കൊണ്ട് വരുമല്ലോ. വെള്ളം താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടുത്തെ എയർ കോളത്തിന്റെ അളവോടെ കൂടിക്കൊണ്ടിരിക്കും. അത് മനസ്സിലാക്കുക. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ദ ലൗഡ്നെസ് ഓഫ് ദി സൗണ്ട് ഹിയർഡ് സീംഡ് ടു ഇൻക്രീസ്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? അതായത് കേൾക്കുന്ന ശബ്ദത്തിന്റെ ഉച്ചത കൂടുന്നതായി അനുഭവപ്പെട്ടു. ഇതിന് കാരണം എന്തായിരിക്കും? അപ്പൊ നമ്മൾ 512 Hz ഫ്രീക്വൻസി ഉള്ളതാണ് ഇവിടെ വെച്ചത്. അപ്പൊ വെള്ളം താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ എയർ കോളത്തിന്റെ അളവ് കൂടുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി, ഇവിടെ എയർ കോളം ഉണ്ടല്ലോ, ആ എയർ കോളത്തിന്റെ ഫ്രീക്വൻസി എന്താണ്? തുല്യമാവും. തുല്യമാവുമ്പോഴാണ് നമുക്ക് സൗണ്ട് കൂടുതലായിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. അതായത് ഇതിന് ആദ്യമേ ചെറിയ ഈ എയർ കോളത്തിന് ഫ്രീക്വൻസി ഉണ്ട്. അത് ഇപ്പൊ ഈ ട്യൂണിംഗ് ഫോർക്ക് ഇട വെച്ച് വെള്ളം താഴോട്ട് വന്നോണ്ടിരിക്കുകയല്ല. അപ്പൊ ഈ എയർ കോളത്തിന്റെ അളവ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കും. ഇല്ല, എയർ കോളത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ മാക്സിമം സൗണ്ട് കേൾക്കുന്നത് എപ്പോഴാണ്? ഈ എയർ കോളത്തിന്റെ ഫ്രീക്വൻസിയും ഇതിന്റെ ഫ്രീക്വൻസിയും ഒരുപോലെ ആകുമ്പോൾ നമുക്ക് മാക്സിമം സൗണ്ട് കേൾക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഉച്ചത കൂടുന്നതിന് കാരണം എന്താണ്? ഇൻക്രീസിങ് അല്ലെ, എയർ കോളത്തിന്റെ അല്ലെങ്കിൽ വായുയുഗത്തിന്റെ എന്താണ് അളവ് അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് അതിന്റെ ഫ്രീക്വൻസി അവിടെ തുല്യമാകും. അപ്പൊ അത് മാക്സിമം സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇനി after some time the sound was heard much louder and then it is decreased. What would be the vibration of frequency of air column inside when the sound was heard much louder? ഇത് അല്പസമയത്തിന് ശേഷം ശബ്ദം വളരെ കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നു. ഇല്ല, ഞാൻ പറഞ്ഞത് റെസൊണൻസിലാവും. രണ്ടിന്റെ എയർ കോളത്തിന്റെ ഫ്രീക്വൻസി ഇതിന്റെ ഫ്രീക്വൻസി എന്താണ് ഒരുപോലെ ആവുമ്പോൾ നല്ലോണം സൗണ്ട് കേൾക്കും. തുടർന്ന് കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ സൗണ്ട് അവിടെ കുറഞ്ഞു. കൂടുതൽ ഉച്ചത്തിൽ ശബ്ദം കേട്ടപ്പോൾ അതിനുള്ളിലെ വായുവിന്റെ കമ്പനാവർത്തി എത്രയായിരിക്കും? കൂടുതൽ സൗണ്ട് കേട്ടപ്പോൾ ഇവിടുത്തെ എയർ കോളത്തിന്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും വരുന്നത്? ഇതിന്റെ ഫ്രീക്വൻസിയോട് ഈക്വൽ ആവുമല്ലോ. അതായത് ഇതിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 512 ഇല്ലേ? അപ്പൊ മാക്സിമം സൗണ്ട് കേട്ടപ്പോൾ അവിടുത്തെ വായുയുഗത്തിന്റെ അല്ലെങ്കിൽ എയർ കോളത്തിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 512 Hz ആയി. അതിന് പിന്നെ വെള്ളം പോന്നോണ്ടിരിക്കുകയല്ലേ, വെള്ളം താഴോട്ട് പോന്നോണ്ടിരിക്കുക. പിന്നെ എന്താണ്? ഫ്രീക്വൻസി അവിടെ കുറയും. എയർ കോളത്തിന്റെ ലെങ്ത് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കുറയും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അന്നേരമാണ് സൗണ്ട് അവിടെ കുറയുന്നത്. ക്ലിയർ ആയല്ലോ? ആൻസറോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ കേസ് ബിക്കോസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ദ എയർ കോളം ഓൾസോ വൈബ്രേറ്റ്സ് അലോങ് വിത്ത് ദ ട്യൂണിംഗ് ഫോർക്ക്. ദ സൗണ്ട് ഫ്രം ബോത്ത് സോഴ്സ് ആർ ദ റീസൺ ഫോർ ദ ഇൻക്രീസ് ഓഫ് ലൗഡ്നെസ്. രണ്ട് സോഴ്സിന്റെ സൗണ്ട്
എയർ കോളത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് എന്താണ് ഇത് സൗണ്ട് കൂടിക്കൊണ്ട് വരും. അപ്പം സൗണ്ട് കൂടിക്കൊണ്ട് മാക്സിമം ആകുന്നത് എപ്പോഴാണ് രണ്ടിന്റെ ഫ്രീക്വൻസി ഒരുപോലെ ആകുമ്പോൾ. ക്ലിയർ ആയല്ലോ? ഇപ്പൊ രണ്ടിന്റെ ഫ്രീക്വൻസി ഒരുപോലെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് ആ എയർ കോളത്തിന്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? 512 ഹെർട്സ് ആയിരിക്കും. ഇനി അതിന്റെ സി പാർട്ട്. Some students opine that to hear sound loudly again, a tuning fork with a lower frequency than the first one should be used, while other students suggest a tuning fork with a higher frequency. What is your opinion? അതായത് ശബ്ദം വീണ്ടും ഉച്ചത്തിൽ കേൾക്കണമെങ്കിൽ ആദ്യം ഉപയോഗിച്ച ട്യൂണിംഗ് ഫോർക്കിനേക്കാൾ ആവർത്തി കുറഞ്ഞ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിക്കാനാണ് കുറെ കുട്ടികളും, ആവർത്തി കൂടിയത് ഉപയോഗിക്കാൻ കുറെ കുട്ടികളും അഭിപ്രായപ്പെട്ടു. എന്തായിരിക്കും അഭിപ്രായം? ശബ്ദം നമ്മൾ എന്താണ് ആദ്യമേ കൂടുതലായിട്ട് കേട്ടോണ്ടെന്നു, അത് കഴിഞ്ഞ് പിന്നെ സംഭവിച്ച് മാക്സിമം സൗണ്ട് കേട്ടു, പിന്നെ എന്താണ് സൗണ്ട് കുറഞ്ഞു വന്നു ഇല്ല, സൗണ്ട് കുറഞ്ഞു വന്നപ്പോ പിന്നെയും സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഹയർ ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിക്കണോ, ലോവർ ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിക്കണോ? ഇതിന്റെ 512 ആണ് അല്ലേ? ഇപ്പൊ അതിന്റെ നമ്മളിങ്ങനെ കൂടി വന്ന് മാക്സിമം ആയപ്പോൾ 512 ആയി, പിന്നെ സൗണ്ട് കുറഞ്ഞു വന്നു, അപ്പൊ പിന്നെ സൗണ്ട് കൂടുതൽ കേൾക്കണമെന്നുള്ളതാണ് ഇതിന്റെ ഫ്രീക്വൻസി വരെ എത്തി. പിന്നെ പിന്നെ ഏത് ഫ്രീക്വൻസികൾ ഉപയോഗിക്കണം? ഇതിന്റെ കുറഞ്ഞ ഫ്രീക്വൻസികൾ ഉപയോഗിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ഉപയോഗിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തിയേക്കാൾ കുറഞ്ഞ ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ മാക്സിമം സൗണ്ട് അവിടെ കേൾക്കാൻ സാധിക്കത്തുള്ളൂ. വേറെ നമുക്കറിയാം ഫ്രീക്വൻസി ലെങ്തും ഇല്ലേ? ഫ്രീക്വൻസി ലെങ്തും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് നമ്മൾ പഠിച്ചതല്ലേ? ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി അവിടെ കുറയും. ലെങ്ത് കൂടുന്തോറും എന്താണ് ഫ്രീക്വൻസി അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അവിടെ നോക്കട്ടോ. They have to use tuning forks or lower frequency because when the length of air column increases, its natural frequency decreasing. ഇല്ലേ? അത് നാച്ചുറൽ ഫ്രീക്വൻസി കുറയും. To make resonance with the air column of lower frequency, the tuning fork with lower frequency ഉപയോഗിക്കുക. ആദ്യം ഉപയോഗിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തിയേക്കാൾ കുറഞ്ഞ ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ചാൽ അനുനാദം ഉണ്ടാവും. കാരണം അതിലെ ജലത്തിന്റെ അളവ് കുറയുമ്പോൾ വായുവിന്റെ നീളം കൂടുകയും ചെയ്യുന്നു. ആവൃത്തിയും എന്താണ് ലെങ്തും എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലാണ്. ഇതൊക്കെ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അടുത്ത അതിന്റെ ഡി പാർട്ട് കൂടെ ഉണ്ട്. When the sound was heard much louder from inside the burette, another object nearby was seen to vibrate with a high amplitude. What would be the natural frequency of that object? അതായത് ബ്യൂററ്റിനുള്ളിൽ നിന്നും കൂടുതൽ ഉച്ചത്തിൽ ശബ്ദം കേട്ടപ്പോൾ സമീപത്തിരുന്ന മറ്റൊരു വസ്തു ഉയർന്ന ആയതിൽ കമ്പനം ചെയ്യുന്നതായിട്ട് കണ്ടു. മാക്സിമം സൗണ്ട് കേട്ടപ്പോൾ അടുത്തിരുന്ന മറ്റൊരു വസ്തു ഇതേ നല്ല ഇതിൽ കമ്പനം ചെയ്യുന്നതായിട്ട്. ആ വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി അടുത്തിരുന്ന മറ്റൊരു വസ്തു എന്താണ് കമ്പനം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് എത്രയായിരിക്കും? ഈ ബ്യൂററ്റിനുള്ളിൽ എയർ കോൾ ഉണ്ടല്ലോ, അതിന്റെ ആവൃത്തിയോട് തുല്യമായിരിക്കുമല്ലോ. മനസ്സിലാവുന്നല്ല പറഞ്ഞത്. അപ്പൊ പുറത്തിരുന്ന ഒരു വസ്തു കമ്പനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബ്യൂററ്റിന്റെ അകത്തുള്ള എയർ കോളത്തിന്റെ ഫ്രീക്വൻസിയോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? നോക്കട്ടെ. അത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്ജക്ട് വുഡ് ബി ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക്. അതായത് ആ ഒബ്ജക്റ്റിന്റെ ഫ്രീക്വൻസി ഉണ്ടല്ലോ, അതിന്റെ ഒപ്പം ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ ലോവർ ഫ്രീക്വൻസിയുടെ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ചില്ലേ? ലോവർ ഫ്രീക്വൻസിയുടെ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന്റെ ഉള്ളിലുള്ള ആ വായു എയർ കോളത്തിന്റെ ഫ്രീക്വൻസിയോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് രണ്ട് ഈക്വൽ ആയിട്ടുള്ള ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ബ്യൂററ്റിന്റെ അകത്തുള്ള വായുവിന്റെ കമ്പനാവർത്തിക്ക് തുല്യമായിരിക്കും. ആ എയർ കോളം ഉണ്ടല്ലോ, ആ എയർ കോളത്തിന്റെ എന്താണ് ഫ്രീക്വൻസിക്ക് തുല്യമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിക്ക് തുല്യമായിരിക്കും. രണ്ടാമത് ഉപയോഗിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിക്ക് തുല്യമായിരിക്കും. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18B ആണ് കേട്ടോ. A police officer working at a busy traffic signal point hears sound of various frequencies. Some frequencies of the sound reaching him are given below. ഇത് ഒരു തിരക്കേറിയ ട്രാഫിക് സിഗ്നൽ പോയിന്റിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിവിധ ആവർത്തിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ സമീപത്ത് ശബ്ദത്തിന്റെ ചില ആവർത്തികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? നോക്കുക. Which frequencies of sound can the police officer hear? പോലീസ് ഓഫീസർക്ക് കേൾക്കാൻ സാധിക്കുന്ന ഏതൊക്കെയായിരിക്കും ഫ്രീക്വൻസി? നമുക്കറിയാം ഓഡിബിൾ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുക എത്രയാണ്? 20 ഹെർട്സ് അല്ലെ? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള നമുക്ക് കേൾക്കാൻ സാധിക്കും ഇല്ലേ? അപ്പൊ ഏതൊക്കെ കേൾക്കാൻ സാധിക്കും നോക്കിയേ. അതാ നോക്കുക. 150 ഇല്ലേ? 150 ഹെർട്സ് കേൾക്കാൻ സാധിക്കും. 1200 കേൾക്കാൻ സാധിക്കും. പിന്നെ 500 കേൾക്കാൻ സാധിക്കും. പിന്നെ എത്രയാണ്? 16,000. അപ്പൊ ഈ 4 ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് കേൾക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അതായത് 150, 1200, 500, 1600. ഇനി അടുത്ത് വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് സൗണ്ട് ഓഡിബിൾ ടു ഹ്യൂമൻ ബീയിന്റെ റേഞ്ച് നമ്മളിപ്പോ പറഞ്ഞു എത്രയാണ്? 20 ഹെർട്സ് ടു 20,000
ഹെർട്സ് വരെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇനി ബൈ വാട്ട് നെയിം ഈ സൗണ്ട് വിത്ത് എ ഫ്രീക്വൻസി ലോവർ ദാൻ ദി ഹ്യൂമൻ ഓഡിബിൾ ലോവർ ലിമിറ്റ്, അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ താഴ്ന്ന പരിധിയേക്കാൾ കുറഞ്ഞ ആവൃത്തിയുള്ള ശബ്ദം ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഇൻഫ്രാസോണിക് ഇല്ലേ? ഇൻഫ്രാസോണിക് ആണ് ബിലോ 20 ഹെർട്സ്. റൈറ്റ് ടു യൂസസ് ഓഫ് സൗണ്ട് വിത്ത് ഫ്രീക്വൻസി ഹയർ ദാൻ ദ ഹ്യൂമൻ, അതായത് മനുഷ്യൻ കേൾക്കാൻ സാധിക്കുന്ന ശബ്ദപരിധി ഉണ്ടല്ലോ, അതായത് 20,000 ഹെർട്സ്, അതിനേക്കാളും കൂടുതലുള്ളതിനെ നമ്മൾ എന്താ പറയുന്ന അൾട്രാസോണിക് തന്നെ. അതിന്റെ യൂസസ് എഴുതാനാണ് പറഞ്ഞത്, ഏതെങ്കിലും 2 യൂസസ് എഴുതാൻ. ഇല്ല, നമ്മൾ പറഞ്ഞ അൾട്രാസോണോഗ്രഫി ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ എന്താണ് സോണാറിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ല നമ്മൾ ഒരുപാട് യൂസസ് പഠിച്ചതല്ലേ. അതായത് അൾട്രാസോണിക് സൗണ്ടിന്റെ അതാണ് യൂസസ് കേട്ടോ. അൾട്രാസോണിക് സൗണ്ട് ഉണ്ട്, അൾട്രാസോണിക് സൗണ്ടിന്റെ ഏതെങ്കിലും 2 യൂസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു അൾട്രാസോണോഗ്രഫി ഉണ്ട്, പിന്നെന്താണ് പിന്നെ സോണാറിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, സോണാറിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെന്താണ് ഫിസിയോതെറാപ്പിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, പിന്നെന്താണ് ഉറക്കയിലൊക്കെ ഉള്ള കല്ലുകളൊക്കെ പൊടിച്ചു കളയാനൊക്കെ ഇല്ല. അങ്ങനെ പല യൂസസുകളുണ്ട്. അപ്പൊ ഏതെങ്കിലും 2 യൂസസുകൾ എഴുതുക കേട്ടോ. ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ് ഇൻ സോണാസിൽ ഉപയോഗിക്കുന്നുണ്ട് ടു ക്രഷ് സ്മോൾ സ്റ്റോൺസ് ഇൻ ദ കിഡ്നീസ് അല്ലെ, കിഡ്നീസിൽ സ്റ്റോൺസ് ഉള്ള ക്രഷ് ചെയ്യാന്. പിന്നെ ഇപ്പൊ എന്താണ് മെഡിക്കൽ രംഗത്ത് സോണോഗ്രഫിയിൽ അതാണ് പറഞ്ഞ് ക്രഷ് ചെയ്യാൻ. പിന്നെ ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും 2 യൂസസുകൾ എഴുതുക.